ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും ഞാനിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ചത്ത പച്ച എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ടീസർ ഇന്നേ ദിവസം വൈകിട്ട് 8 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലറിൽ നമ്മുടെ മമ്മൂക്കേനെ കാണിക്കുമെന്ന് അറിയില്ല. വീണ്ടും അവർ ആ എം എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 22-ാം തീയതി തിയേറ്ററിൽ നമുക്ക് മമ്മൂക്കയെ കാണാം. ട്രെയിലറിൽ ഇനി കാണിക്കുമെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അതൊരു ബോണസ് പോയിൻ്റ് തന്നെ ആയിരിക്കും. ഈ വർഷത്തെ മോസ്റ്റ് അവൈറ്റഡ് മൂവി തന്നെയാണല്ലോ ദൃശ്യം 3. ഈ കാണുന്ന പോസ്റ്റർ റിലീസ് ചെയ്തിട്ട് അവരങ്ങനെ റിലീസ് ഡേറ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു സമയം തന്നെയാണ്, കാരണം അതിനുശേഷമുള്ളതൊക്കെ ഹോളിഡേയ്സാണ്. അപ്പോൾ എന്തായാലും പോസ്റ്റർ എന്തായാലും നല്ല കിടിലം പോസ്റ്റർ തന്നെയാണ്. എന്തായാലും ദൃശ്യം 3ക്ക് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഇറങ്ങിയ അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ കാട്ടാളൻ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്കായിരുന്നു. ഈ കാണുന്നതാണ് സിനിമയുടെ സെക്കൻഡ് ലുക്ക്. അത്യാവശ്യം നല്ലൊരു വയലൻസ് നിറഞ്ഞൊരു സെക്കൻഡ് ലുക്ക് തന്നെയാണ്. ഒരു കിടിലൻ സെക്കൻഡ് ലുക്കാണ്, കാരണം ഫസ്റ്റ് ലുക്കിനേക്കാളും മികച്ചതാണ് ഈ പോസ്റ്റർ. അപ്പോൾ എന്തായാലും സിനിമയുടെ പ്രതീക്ഷ ഇനിയും കൂടുകയാണ്. എന്തായാലും ഒരു കിടിലൻ ക്വാളിറ്റിയുള്ള പോസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോകേഷ് കനകരാജിനെ അടുത്ത് ചെയ്യാൻ വേണ്ടത് അല്ലു അർജുൻ്റെ ഒപ്പമാണ്. അപ്പോൾ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അങ്ങനെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് ലോകേഷ് കനകരാജ് അല്ലു അർജുൻ ചിത്രം, അതായത് ലോകേഷിൻ്റെ 7ാമത്തെ ചിത്രം തന്നെയാണ്. മിക്കവാറും ഇത് ഇരുമ്പ് കൈ മായാവി തന്നെ ആയിരിക്കും, നമുക്ക് ഉറപ്പില്ല. അതൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ വരട്ടെ. എന്തായാലും ഒരു അനൗൺസ്മെൻറ്റ്, ഒരു ഗ്ലിംസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കിടിലം ക്വാളിറ്റിയുള്ള ഗ്ലിംസ് തന്നെയായിരുന്നു. ലോകേഷിൻ്റെ പവർ എന്തായാലും തിരിച്ച് വരട്ടെ. നമ്മുടെ അല്ലു അർജുനും ഇനി മിക്കവാറും തമിഴിൽ തന്നെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്, കാരണം ഇപ്പോൾ അഡ്ലിയുടെ ഒപ്പം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലോകേഷിൻ്റെ ഒപ്പം, അടുത്ത നെൽസൻ്റെ ഒപ്പമാണെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അല്ലു അർജുൻ്റെ ഒരു കിടിലം റോളും വേഷം നമ്മുടെ ലോകേഷ് എന്തായാലും അടിപൊളി വേഷം തന്നെ നൽകട്ടെ സിനിമയിൽ. സർവമായ ശേഷം നമ്മുടെ നിവിൻ പോളിയുടെ തിയേറ്ററിലേക്ക് അടുത്ത റിലീസ് ചെയ്യാവുന്ന ചിത്രമാണ് ബേബി ഗേൾ. സിനിമ ഈ മാസം ജാനുവരി 23-ാം തീയതി റിലീസ് ചെയ്യും. അതായത് ചത്ത പച്ചയായിട്ട് ക്ലാഷാണ് സിനിമ. എന്തായാലും സിനിമയുടെ കണ്ടൻറ്റൊന്നും യാതൊരുവിധ കണ്ടൻറ്റും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ജസ്റ്റ് ഈ പോസ്റ്ററും ഒരു കൊച്ചിനെ കൈ പിടിച്ചുള്ള സംഭവമാണ് എപ്പോഴും അവർ കാണിക്കുന്നത്. എന്തായാലും ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മൊത്തത്തിൽ എന്താണ് സിനിമയുടെ കണ്ടൻറ്റ് എന്ന് ഇതുവരെ അറിയില്ല. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് 54-ൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നേ ദിവസം രാവിലെ 10:50 വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ മൂവി അപ്ഡേറ്റ്സിനും റിവ്യൂസിനും OTT വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.